ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് USS എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്സിൻ്റെ ഡെസിമൽ മെത്തേഡ്സ് എന്ന പാഠമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ മെത്തേഡ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ ആഡ് ചെയ്യണം എന്നൊക്കെ കുറച്ച് നോക്കിയിരുന്നു. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റർ ആൻഡ് വിഡ്ത്ത് 4.2 മീറ്റർ. ലെങ്ത് എത്രയാണ്? 6.25 മീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 4.2 മീറ്റർ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത് 6.25 തന്നിട്ടുണ്ട്, വിഡ്ത്ത് 4.2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം നമ്മൾ പോയിന്റ് ഇടാതെ മൾട്ടിപ്ലൈ ചെയ്യും. 625 ആക്കി ഇതിനെ 42 ആക്കി 625 ഇൻറ്റു 42 ചെയ്യും. ദേ 625 ഇൻറ്റു 42 നമ്മൾ ചെയ്യും. ഇത് ചെയ്തിട്ട് നമുക്ക് കിട്ടും, എത്ര ഉത്തരം കിട്ടും? 26,250 നമുക്ക് ഉത്തരം കിട്ടും. ചെയ്ത് നോക്കിയോ എല്ലാവരും? 625 ഇൻറ്റു 42 ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് എത്ര വന്നു ആൻസർ? 26,250 ആൻസർ വരും. ഇനി നമ്മൾ എങ്ങനെയാണ് പോയിന്റ് ഇടുന്നത്? ഇവിടെ നോക്കിക്കേ, എത്ര ഡിജിറ്റ് കഴിഞ്ഞിട്ടാ പോയിന്റ്? 1. ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാ പോയിന്റ്. ഇവിടെ എത്ര എണ്ണം കഴിഞ്ഞിട്ടാ? 1, 2 രണ്ടെണ്ണം കഴിഞ്ഞിട്ടാ പോയിന്റ്. അപ്പം മൊത്തം എത്ര എണ്ണം കഴിഞ്ഞിട്ടാ ഡെസിമൽ പോയിന്റ്? 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട്. നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് 3 ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടണം. 1, 2, 3. ഇവിടെ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ടു. അപ്പം 26.250 മീറ്റർ വന്നു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് 6.25ഉം ബ്രെഡ്ത്ത് 4.2. അപ്പോൾ അതിനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 ഇൻറ്റു 42 വന്നു. അത് ചെയ്യുമ്പോൾ 26,250 വന്നു. അതിനെ നമ്മൾ പോയിന്റ് ഇടുമ്പോൾ 26.250 എന്ന് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എളുപ്പമല്ലേ? നോക്കിക്കേ, വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് ഓയിൽ ഈസ് 0.91 ഗ്രാം. എത്രയാണ് 1 milliliter ഓഫ് ഓയിലിൻ്റെ വെയിറ്റ്? 0.91 ഗ്രാം. ദ വെയിറ്റ് ഓഫ് 10.5 milliliter ഓഫ് ഓയിൽ ഈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 1 milliliterൻ്റെ വെയിറ്റ് 0.91 ഗ്രാമാണ്. അപ്പം 10.5 milliliterൻ്റെ എത്രയാണ്? അപ്പം എങ്ങനെയാ? 10.5 ഇൻറ്റു 0.91 അതെത്രയാ? 105 ഇൻറ്റു 91. നമ്മൾ പോയിന്റ് ഇടാതെ എടുത്തപ്പോൾ എങ്ങനെ വന്നു? 105 ഇൻറ്റു 91. അപ്പം എത്ര വന്നു? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിക്കേ. 105 ഇൻറ്റു 91 എത്ര വരും? 9,555 വരും ആൻസർ. 9,555 വരും ആൻസർ. അപ്പം എത്ര വരും? നമ്മൾ എങ്ങനെയാണ് പോയിന്റ് ഇടേണ്ടത്? ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്? 2. ഇവിടെയോ 1. അപ്പം 2, 1 മൊത്തം 3 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അപ്പം 9,555ൽ 3 നമ്പർ കഴിഞ്ഞ് 1, 2, 3 കഴിഞ്ഞ് ഇവിടെ പോയിന്റ് ഇടണം. 9.555 ഗ്രാം വരും. മനസ്സിലായില്ലേ? അടുത്ത നോക്കാം. നോക്കിയേ, ദ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് 110.12. 1 ലിറ്ററിന് 110.12 ആണ്. നേരത്തെ പോലത്തെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 ലിറ്റർ ഓഫ് പെട്രോൾ? 2.5 ലിറ്ററിൻ്റെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 110.12 ഇൻറ്റു 2.5 പോയിന്റ് ഇടാതെ നമ്മൾ എടുക്കണം. 11012 ഇൻറ്റു 25 ചെയ്തോ? ദേ ഇങ്ങനെ 11012 ഇൻറ്റു 25. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 275,300 ആൻസർ വരും. ഇനി നമുക്ക് പോയിന്റ് എങ്ങനെ ഇടും? ഇവിടെ നിന്ന് ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ്, ഇവിടെ നിന്ന് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പം മൊത്തം 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പം നമ്മൾ 1, 2, 3 3 മാറ്റി 275.30 റുപ്പീസ് എന്ന് എഴുതും. മനസ്സിലായോ? എങ്ങനെയാ? 275.30 റുപ്പീസ് എന്ന് എഴുതും. അടുത്ത നോക്കാം, സെയിം പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ് മുന്നത്തെ. അടുത്ത നോക്കിയേ, ഇഫ് 314 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 3768 ആണെങ്കിൽ 3.14 ഇൻറ്റു 0.12 എത്രയാണ്? അതായത് 314 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 3768 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3.14 ഇൻറ്റു 0.12 ഇതിന് എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്? 2 നമ്പർ. ഇതിനോ 2 നമ്പർ. അപ്പം മൊത്തം 4 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അപ്പം 1, 2, 3, 4 4 നമ്പർ കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ടു. ഇപ്പുറത്ത് വേറെ ഡിജിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0.3768 വരും.
മനസ്സിലായോ? അടുത്ത നോക്കിയേ, അതുപോലത്തെ തന്നെ ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്തേ. 1 2 3 4 into 5 6 is equal to 69104 ആണെങ്കിൽ 1.234 into 5.6 എത്രയാണ്? ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്? 3. ഇവിടെയോ 1. അപ്പം മൊത്തം നമ്മൾ 4 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. 1 2 3 4 ഇവിടെ നമ്മൾ പോയിന്റ് ഇടുന്നു. 6.9104 വരും. മനസ്സിലായില്ലേ? ആദ്യം തൊട്ട് നോക്കാം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയെന്ന്. ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏരിയ എങ്ങനെയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? 6.25. ബ്രെഡ്ത്ത് എത്രയാ? 4.2. അപ്പം 6.25 ഇൻറ്റു 4.2 625 ഇൻറ്റു 42 വരും. അപ്പം അത് ചെയ്യുമ്പോൾ 26250 വരും. അപ്പം നമ്മൾ എത്ര പോയിന്റാണ്, എത്ര നമ്പേഴ്സ് മാറ്റിയാണോ പോയിന്റ് ഇട്ടിരിക്കുന്നത് അത്രയും തന്നെ ആൻസറിലും ചെയ്യണം. അപ്പോൾ 26.250 വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ 0.91 gram ആണ്. അങ്ങനെയാണെങ്കിൽ 10.5 milliliter എത്രയാണ്? 10.5 ഇൻറ്റു 0.91 ചെയ്തു 9.555 gram വരും ആൻസർ. അടുത്ത നോക്കാം. പ്രൈസ് ഓഫ് 1 liter ഓഫ് പെട്രോൾ ഈസ് 110.12. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 liters ഓഫ് പെട്രോൾ? 110.12 ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ നമുക്ക് 275 300 വരും. അപ്പം നമ്മൾ എത്ര പോയിന്റ് മാറ്റിയിടും? 3 നമ്പർ മാറ്റി പോയിന്റ് ഇടും. അപ്പം 275.300 വരും. ആ 0 ഇട്ടാലും ഇട്ടില്ലല്ലോ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അടുത്തത് 314 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 3768 ആണെങ്കിൽ 3.14 ഇൻറ്റു 0.12 എത്രയാണ്? അപ്പോൾ 2ഉം 2ഉം കൂടി രണ്ട് നമ്പർ മാറ്റിയാണ് പോയിന്റ് ഇടിക്കുന്നത്. അപ്പോൾ 2ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 4 വരും. 4 നമ്പേഴ്സ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം. ഇത് അതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 1 2 3 4 ഇൻറ്റു 5 6 എന്ന് പറഞ്ഞാൽ 69104 ആണെങ്കിൽ 1.234 ഇൻറ്റു 5.6 എത്രയാണ്? അപ്പം ഇവിടെ 3 നമ്പർ മാറ്റിയാൽ 0 ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ മാറ്റി 3 നമ്പർ മാറ്റിയാൽ പോയിന്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ മാറ്റിയാൽ പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം മൊത്തം 4 നമ്പർ മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ലെസൺ വൈൻഡ് അപ്പ് ചെയ്യാം, വേറെ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ ആൻസറും സോൾവ് ചെയ്ത് വെക്കണം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ബൈ.